ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിൽ പദശുദ്ധി എന്ന് പറഞ്ഞ ഭാഗമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 170ഓളം വാക്കുകൾ നമ്മൾ പഠിച്ചു. പിന്നെ 5ാം ക്ലാസ് SCRT ടെക്സ്റ്റ് ബുക്ക് റിലേറ്റ് ചെയ്ത് വരുന്ന മലയാളം വാക്കുകളെല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്തതായിട്ട് നമുക്ക് കുറച്ചധികം വാക്കുകൾ പഠിച്ച് തീർക്കാനുണ്ട് ഈ ഭാഗത്തു നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓണം സെലിബ്രേഷൻസും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രഷ് മൈൻഡോട് കൂടിയായിരിക്കും ഇപ്പോൾ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് വീണ്ടും പഠിച്ചു തുടങ്ങാം. 171ാമത്തെ വാക്ക് കാരുണ്യം. എങ്ങനെയാണ് കാരുണ്യം എന്നെഴുതുക? കാരുണ്യം. കാരുണ്യം. ഓക്കെ, കാരുണ്യം. കാര്യസ്ഥൻ. കാര്യസ്ഥൻ എന്ന് എഴുതി നോക്കൂ. കാര്യസ്ഥൻ. കാര്യസ്ഥൻ. ക്ലിയർ ആയോ? കാരുണ്യം, കാര്യസ്ഥൻ. ഓക്കെ, അടുത്തത് കുഞ്ചരം. കുഞ്ചരം എന്നെങ്ങനെ എഴുതുക? കുഞ്ചരം. ക്ലിയർ ആണോ? ഒന്നും കൂടി എഴുതട്ടാ. ഈ കൂ ഇങ്ങനെ ആയതുകൊണ്ട് ഒന്നും കൂടി നമ്മൾ എഴുതാം. കുഞ്ചരം. കുഞ്ചരം. ഓക്കെ, ക്ലിയർ. ഇനി കുണ്ടലം എന്നെങ്ങനെ എഴുതുക? കുണ്ടലം. കു വേണം, ഢ വേണം കേട്ടോ. കുണ്ഡലം. എങ്ങനെയാണ്? കുണ്ടലം എന്നെഴുതുക. കുണ്ടലം. 175ാമത്തെ വാക്കിലേക്ക് പോവാണ്. കൈപ്പട. 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 ക്ലിയർ ആണല്ലോ. കയ്യാമം. കയ്യാമം എങ്ങനെ എഴുതുക? കയ്യാമം. കയ്യാമം. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് കയ്യേറ്റം. എങ്ങനെയാണ് കയ്യേറ്റം എന്നെഴുതുക? കയ്യേറ്റം. കയ്യേറ്റം. 178ാമത്തെ വാക്കിലേക്ക് പോവുകയാണ്. കിംവദന്തി. എങ്ങനെയാണ് കിംവദന്തി എന്നെഴുതുക? കിംവദന്തി. ക്ലിയർ ആയോ? കിംവദന്തി. ഒന്നും കൂടി എഴുതി നോക്കാം. കിംവദന്തി. കിംവദന്തി. ഓക്കെ, കിംവദന്തി. 179ാമത്തെ വാക്ക് ഖണ്ഡം. എങ്ങനെയാ ഖണ്ഡം എന്നെഴുതുക? ഖണ്ഡം. ഖണ്ഡം. 180ാമത്തെ വാക്ക് ഖ്യാതി. ഖ്യാതി എന്നൊന്ന് എഴുതി നോക്കൂ. ഖ്യാതി. ഖ്യാതി. ക്ലിയർ ആയല്ലോ. ഖ്യാതി. 181. ഏകദേശം നമ്മളിപ്പോൾ 200ൻ്റെ അടുത്തേക്ക് എത്താൻ പോവാണ് കേട്ടോ. ഖ്യാതി എഴുതി. ഇനി ഗായിക. ഗായിക അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള വാക്കല്ലേ. ഗായിക. ക്ലിയർ ആണല്ലോ. ഗായിക. ഒന്നും കൂടി എഴുതാം. ഗായിക. ഗായിക. നെക്സ്റ്റ് ഗാംഭീര്യം. എങ്ങനെയാണ് ഗാംഭീര്യം എന്നെഴുതുക? ഗാംഭീര്യം. ഗാംഭീര്യം. ക്ലിയർ ആയല്ലോ. ഗാംഭീര്യം. നെക്സ്റ്റ് ഗരുഡൻ. ഗരുഡൻ എന്നൊന്ന് എഴുതി നോക്കൂ. ഗരുഡൻ. എങ്ങനെയാണ് ഗരുഡൻ എഴുതുക? ഗാ വേണം, രൂഢൻ. ഗരുഡൻ. ക്ലിയർ ആയല്ലോ. ഗരുഡൻ. 184ാമത്തെ വാക്കിലേക്ക് കടക്കുകയാണ്. ഗൃഹസ്ഥൻ. എങ്ങനെയാണ് ഗൃഹസ്ഥൻ എന്നതാ? ഗൃഹസ്ഥൻ. 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 ക്ലിയർ ആവുന്നുണ്ടോ? ഗൃഹസ്ഥൻ. ഗോമേതകം. കേട്ടിട്ടുണ്ടോ? ഗോമേതകം. ഒന്ന് എഴുതി നോക്കൂ. ഗോമേതകം. ഗോമേതകം. ക്ലിയർ ആയോ? ഗുമസ്തൻ. ഗുമസ്തൻ ഒന്ന് എഴുതി നോക്കൂ. ഗുമസ്തൻ. 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 ഗൃഹസ്ഥൻ നമ്മൾ എഴുതി, ഗുമസ്തനും എഴുതി. ഇനി ഗൃഹസ്ഥാശ്രമം. കേട്ടിട്ടില്ലേ? ഗൃഹസ്ഥാശ്രമം. എങ്ങനെയാണ് ഗൃഹസ്ഥാശ്രമം എന്ന് എഴുതുക? ഗൃഹസ്ഥാശ്രമം. ക്ലിയർ ആയോ? ഗൃഹസ്ഥാശ്രമം. ഗൃഹസ്ഥാശ്രമം. ഇനി ഗീതഗോവിന്ദം. ഗീതാഗോവിന്ദം എന്നൊക്കെ കേട്ടില്ലേ? അതെങ്ങനെയാണ് കേട്ടോ എഴുതുക? ഗീതഗോവിന്ദം. ഒന്നും കൂടി എഴുതാം കേട്ടോ.
എങ്ങനെ എഴുതാ? ഗീത ഗോവിന്ദം. ക്ലിയർ? 189 വാക്ക് ഏതാ? ഗീതാഞ്ജലി. ഗീതാഞ്ജലി എങ്ങനെയാണ്? ഗീതാഞ്ജലി. ജലിയാണ് കേട്ടോ അവസാനം വേണ്ട. ഗീതാഞ്ജലി. ക്ലിയർ ആയോ? ഒന്നും കൂടി എഴുതാം. ഗീതാഞ്ജലി. എങ്ങനെയാ ഗീതാഞ്ജലി എന്ന് എഴുതാ? ജലി. ജലി എന്ന് തന്നെ പറഞ്ഞു പഠിക്കണം കേട്ടോ. 190 വാക്കിലേക്ക് നോക്കൂ. ഗ്രന്ഥി. ഗ്രന്ഥി ഒന്ന് എഴുതി നോക്കൂ. ഗ്രന്ഥി. ഗ്രന്ഥി. ഓക്കെ, അപ്പോൾ നോക്കൂ, നമ്മൾ 190 വാക്കുകൾ പഠിച്ചു കേട്ടോ. 5 ക്ലാസ്സാണ് ഇതിൻ്റെ മുമ്പ് നമ്മൾ എടുത്തിട്ടുള്ളത്. 6ാമത്തെ ക്ലാസ്സാണ്. ഏകദേശം 190 വാക്കുകൾ നമ്മൾ കവർ ചെയ്തു. നമ്മൾക്ക് ധാരാളം വാക്കുകൾ കവർ ചെയ്യാനുണ്ട്. ഈ ഒരു ഭാഗം തീർത്തിട്ട് നമ്മൾ ആ മലയാളത്തിൻ്റെ അടുത്ത ടോപ്പിക്ക് ഇതേപോലെ തന്നെ ചെയ്യും. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെങ്ങനെയാണ് പഠിക്കേണ്ടത്? ശരി മാത്രമാണ് പഠിച്ചു പോകേണ്ടത്. മാത്രമല്ല, നമുക്കൊരാളിങ്ങനെ വായിച്ചു വരുമ്പോൾ നമ്മളിതിങ്ങനെ എഴുതി നോക്കണം. ആ ഒരു പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് വളരെ നന്നായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ. കാരുണ്യം, കാര്യസ്ഥൻ, കുഞ്ചരം, കുണ്ടലം, കൈപ്പട, കയ്യാമം, കയ്യേറ്റം, കിംവദന്തി, ഗണ്ഡം, ഖ്യാതി, ഗായിക, ഗാംഭീര്യം, ഗരുഡൻ, ഗൃഹസ്ഥൻ, ഗോമേധകം, ഗുമസ്തൻ, ഗൃഹസ്ഥാശ്രമം, ഗീതഗോവിന്ദം, ഗീതാഞ്ജലി, ഗ്രന്ഥി. 190 വാക്കുകൾ പഠിച്ചേ. ഇനി നമ്മൾ അടുത്ത വാക്കുകളിലേക്ക് പോവുകയാണ്. നമ്മൾ വളരെ സ്പീഡിൽ ഇനി ഈ ഭാഗങ്ങളൊക്കെ പഠിച്ചു തീർക്കണം. കാരണം നമ്മൾ എപ്പോഴും റിവിഷനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. റിവിഷൻ ചെയ്താൽ മാത്രമാണ് ഒരു PSC നല്ല റാങ്കോട് കൂടി നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു ദിവസം ഒരു 1.25 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാക്സിമം ഏതൊക്കെ സബ്ജക്റ്റുകളിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളൊക്കെ കാണാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനെ നമുക്ക് പെട്ടെന്ന് റീകളക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായി പ്രിപ്പയർഡ് ആയിരിക്കണം. റിവിഷൻ വേണം. ഓക്കെ. 191 വാക്ക് ഗദ്ഗദം. ഗദ്ഗദം എഴുതിക്കേ. ഗദ്ഗദം. ഗദ്ഗദം. ഓക്കെ. ഗദ്ഗദം എല്ലാവർക്കും കിട്ടിയോ? ഗദ്ഗദം. നെക്സ്റ്റ് ഖഡ്ഗം. ഖഡ്ഗം കേട്ടിട്ടുണ്ടോ? ഖഡ്ഗം. അടുത്തത് ഖഡ്ഗം. ഒന്ന് എഴുതി നോക്കൂ. ഖഡ്ഗം. 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 ക്ലിയർ ആവുന്നുണ്ടോ? ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും അർത്ഥത്തിലേക്കൊന്നും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ പഠിച്ചു വരുമ്പോഴേക്കും നമ്മൾ PSC ക്ലിയർ ചെയ്യലുണ്ടാവില്ല. നമ്മളിവിടെ PhD എടുക്കല്ല നമ്മുടെ ലക്ഷ്യം. നമ്മളൊരു പോസ്റ്റിൽ കയറുകയാണ്. ഓക്കെ. ഖഡ്ഗം. അടുത്ത് ഖണ്ഡനം. ഖണ്ഡനം എന്നെങ്ങനെ എഴുതുക? ഗണ്ഡനം. ഓക്കെ. ഖണ്ഡനം. ക്ലിയർ ആയോ? ചിരഞ്ജീവി. എങ്ങനെ ചിരഞ്ജീവി എന്ന് എഴുതുക? ചിരഞ്ജീവി. ചിര വേണം, പിന്നെ ഒരു ഞ വേണം, പിന്നെ ഒരു ജീവി വേണം. അതൊരു തരം ജീവിയാണെന്ന് ആലോചിച്ചാൽ മതിട്ട്. അപ്പോൾ ചിരഞ്ജീവി എന്ന് കിട്ടും. ചിരഞ്ജീവി അല്ലേ? ഈ 2 അക്ഷരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക പല ആളുകൾക്കും. അപ്പോൾ ജീവിയാണ് അവസാനം വരേണ്ടത് എന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ചിരഞ്ജീവി എന്ന് കിട്ടുമേ. എങ്ങനെയാണ് ചിരഞ്ജീവി എന്ന് എഴുതുക? ചിരഞ്ജീവി. ചിരഞ്ജീവി. ഓക്കെ. ഇനി ചുമപ്പ് എന്നാണോ ചെമപ്പ് എന്നാണോ ചുവപ്പ് എന്നാണോ എന്തെന്നാ പറയുക? ചെമപ്പ് എന്നാണ് കേട്ടോ. ചെമപ്പ്. ഓക്കെ. അപ്പം ചെമപ്പ്. ഓക്കെ. അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കുക. ഇനി ചിലവാണോ ചെലവാണോ എന്താ സംഭവം? ചെലവാണ് കേട്ടോ. ചെലവ്. ഓക്കെ. ചെലവ്. നെക്സ്റ്റ് ചേഷ്ട. ഒന്ന് എഴുതിക്കേ. ചേഷ്ട. ചേഷ്ട. ഈ ടായാണ് ട്ടാ. ചേഷ്ട. ക്ലിയർ? ചെരിപ്പ്. എഴുതിക്കേ. ചെരിപ്പ് എന്ന്. ചെരിപ്പ്. ചെരിപ്പ് എഴുതിയോ? ചെരിപ്പ് എന്ന്. നെക്സ്റ്റ് ചോദ്യചിഹ്നം. എങ്ങനെയാണ് ചോദ്യചിഹ്നം എന്ന് എഴുതുക? ചോദ്യ വേണം, പിന്നെയോ ഒരു ചിഹ്നം വേണം അല്ലേ? ഓക്കെ. ചോദ്യചിഹ്നം.
200ാമത്തെ വാക്കാണ് ചൈതന്യം. എങ്ങനെയാ ചൈതന്യം എന്നെഴുതുക? ചൈതന്യം. ക്ലിയർ ആവണുണ്ടല്ലോ? ചൈതന്യം. ക്ലിയർ? 201ാമത്തെ വാക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. ചുവര്. ഒന്ന് എഴുതി നോക്കൂ. ചുവര്. ചിലതൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. ചുവര്. ക്ലിയർ? അടുത്തത് ചാഞ്ചല്യം. എങ്ങനെയാ ചാഞ്ചല്യം എന്നെഴുതുക? ചാഞ്ചല്യം. ചാഞ്ചല്യം. ക്ലിയർ ആവുന്നുണ്ടോ? ചാഞ്ചല്യം. ഇനി ചിതൽ എന്നൊന്ന് എഴുതിക്കേ. ചിതൽ. ചീതൽ. ചിതൽ. ക്ലിയർ ആയോ? ചിതൽ. ചിതൽ. ജിജ്ഞാസ. എങ്ങനെയാ ജിജ്ഞാസ എന്നെഴുതുക? ജിജ്ഞാസ. എങ്ങനെ എഴുതുക? ഇനി ഒരു ജ്ഞാ വേണം. ജ്ഞാസ. നല്ല ജിജ്ഞാസ ഉണ്ടല്ലേ എല്ലാവർക്കും പല കാര്യത്തിലും. ജിജ്ഞാസ എഴുതിയോ? ഇനി ജഗദ്ഗുരു. എങ്ങനെയാണ് ജഗദ്ഗുരു എന്നെഴുതുക? ജഗദ്ഗുരു. ജഗത് പിന്നെ ഒരു ഗുരുവും കൂടി ചേർത്താൽ മതി. ജഗദ്ഗുരു. ജഗദ്ഗുരു എഴുതിയോ? നെക്സ്റ്റ് ജനാധിപത്യം. എങ്ങനെയാണ് ജനാധിപത്യം എന്നെഴുതുക? ജനാധിപത്യം. ക്ലിയർ ആവുന്നുണ്ടോ? ജനാധിപത്യം. ഓക്കെ, ജനാധിപത്യം. ജീവച്ഛവം എന്ന് എഴുതി നോക്കൂ. ജീവച്ഛവം. 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 കേട്ട് എഴുതി നോക്കിയതിൻ്റെ ശേഷമാണ് സ്ക്രീനിലേക്ക് നോക്കേണ്ടത് കേട്ടോ. ജീവച്ഛവം. അടുത്ത ജീവത് ഭാഷ. എങ്ങനെയാണ് ജീവത് ഭാഷ എന്നെഴുതുക? ജീവ ഒരു ദ കൊടുക്കുക, പിന്നെ ഒരു ഭാഷയും കൂടി. ജീവത് ഭാഷ. ഓക്കെ. നെക്സ്റ്റ് 209ാമത്തെ ജ്യോത്സ്ന. കേട്ടിട്ടില്ലേ? ജ്യോത്സ്ന. വനജ്യോത്സ്ന എന്നൊക്കെ പറഞ്ഞ കവിത കേട്ടിട്ടുണ്ടോ? ജ്യോത്സ്ന. ഓക്കെ, ഇതാണ് ജ്യോത്സ്ന. നെക്സ്റ്റ് 210ാമത്തെ വാക്കാണ് ജ്ഞാനപീഠം. ജ്ഞാനപീഠം. എങ്ങനെയാണ് ജ്ഞാനപീഠം? ജ്ഞാനം എല്ലാവർക്കും അറിയാം. ജ്ഞാന ദെൻ പീഠം. ക്ലിയർ ആയോ? ജ്ഞാനപീഠം. അപ്പോൾ നമ്മളിപ്പോൾ എത്ര വാക്കുകളെത്തി? 210 വാക്കുകളെത്തി കേട്ടോ. ഗദ്ഗദം, ഗഡ്കം, ഗണ്ഡനം, ചിരഞ്ജീവി, ചെമപ്പ്, ചെലവ്, ചേഷ്ട, ചെരിപ്പ്, ചോദ്യചിഹ്നം, ചൈതന്യം, ചുവര്, ചാഞ്ചല്യം, ചിതൽ, ജിജ്ഞാസ, ജഗദ്ഗുരു, ജനാധിപത്യം, ജീവച്ഛവം, ജീവത് ഭാഷ, ജ്യോത്സ്ന, ജ്ഞാനപീഠം. ഇത്രയൊക്കെ ആയോ? 210 വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്ത്. ഇനിയും കുറച്ചും കൂടി 230ലേക്കൊക്കെ പോവാം അല്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് 6th സ്റ്റാൻഡേർഡിലെ SSCRT മലയാളം ടെക്സ്റ്റ് ബുക്കും കൂടി ഇന്ന് കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് സ്പീഡാക്കാമല്ലോ, കാരണം കുറച്ചധികം വാക്കുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്പീഡാക്കി ഈ പോർഷൻ വേഗം തീർക്കാം. നമ്മൾ 1 മാർക്കിനുള്ള യുദ്ധമെട്ടാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് 211ാമത്തെ വാക്കാണ് കേട്ടോ. ജ്യോതിഷം. കേട്ടിട്ടില്ലേ? ജ്യോതിഷം. എങ്ങനെയാണ് ജ്യോതിഷം എന്നെഴുതുക? ജ്യോതി വരട്ടെ. ജ്യോതി പിന്നെ ഒരു ഷം. ഓക്കെ, ജ്യോതിഷം. നെക്സ്റ്റ് ജോഡി. ജോഡി എങ്ങനെയാണ് എഴുതാമെന്ന് എഴുതി നോക്കുക കേട്ടോ. ജോഡി. ജോഡി. ക്ലിയർ? 213ാമത്തെ വാക്ക് ജ്യേഷ്ഠൻ. ജ്യേഷ്ഠൻ എഴുതി നോക്കുക. ജ്യേഷ്ഠൻ. ജ്യേഷ്ഠൻ. ഓക്കെ, ജ്യേഷ്ഠൻ. നെക്സ്റ്റ് ജഡായു. ജഡായു എന്നെങ്ങനെ എഴുതുക? ജഡായു. ക്ലിയർ? ജഡായു. ഇതിങ്ങനെ തന്നെ പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ജനയിത്രി. ഒന്ന് എഴുതി നോക്കൂ. ജനയിത്രി. 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 ക്ലിയർ? ജനയിത്രി. ജാള്യം. ജാള്യം എന്നെങ്ങനെ എഴുതുക? ജാള്യം. ക്ലിയർ? ഒക്കെ ജാ വെച്ചിട്ടുള്ള വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജാള്യം. തപശ്ചര്യ.
തപചര്യ. എങ്ങനെയാ തപചര്യ എന്ന് എഴുതുക? തപചര്യ. ഓക്കെ, തപചര്യ. ഇനി അടുത്ത് ധഡിതി. കേട്ടിട്ടില്ലേ? ധഡിതി എങ്ങനെ എഴുതുക? ധഡിതി. ധഡിതി കേട്ടിട്ടുണ്ടോ? തർജമ. തർജമ ഒന്ന് എഴുതി നോക്കൂ. തർജമ. തർജമ. ഓക്കെ, ക്ലിയർ? തർജമ. ക്ലിയർ ആയോ? തർജമ. തപശക്തി. തപശക്തി എഴുതി നോക്കൂ. തപ പിന്നെ നല്ല ശക്തി വേണം കേട്ടോ. അപ്പോൾ തപശക്തി. തപശക്തി. ഓക്കെ, 221 വാക്ക് തീക്ഷ്ണം. എങ്ങനെയാ തീക്ഷ്ണം എന്ന് എഴുതുക? തീക്ഷണം. തീക്ഷ്ണം. ഓക്കെ, തീക്ഷ്ണം. തുച്ഛം. അടുത്ത വാക്ക് തുച്ഛം. ഒന്ന് എഴുതി നോക്കൂ. തുച്ഛം. 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 ക്ലിയർ ആവുന്നുണ്ടോ? തുച്ഛം. നെക്സ്റ്റ് തത്വമസി. എങ്ങനെയാ തത്വമസി എന്ന് എഴുതുക? തത്വമസി. ക്ലിയർ? ഒന്നും കൂടി എഴുതി തരാം. തത്വ എന്ന് നീണ്ടുപോയപ്പോൾ കൺഫ്യൂഷനായോ? ഉണ്ടാവില്ല. എന്നാലും തത്വമസി. ക്ലിയർ ആണല്ലോ? തത്വമസി. ഇനി അടുത്തത് ദുശ്ചിന്ത. ദുശ്ചിന്ത ഒന്ന് എഴുതി നോക്കൂ. തത്വമസി കഴിഞ്ഞിട്ട് ദുശ്ചിന്ത ഒന്ന് എഴുതി നോക്കൂ. ദുശ്ചിന്ത. ദുശ്ചിന്ത അങ്ങനെയാണ് കേട്ടോ എഴുതേണ്ടത്. ദുശ്ചിന്ത. ഓക്കെ, ഇനി തപസ്വി. അടുത്തത് തപസ്വി. എങ്ങനെയാ തപസ്വി എന്ന് എഴുതുക? തപസ്വി. ഓക്കെ, ഈ താഴ്ട്ട് വന്ന് ഒന്നും കൂടി ക്ലിയർ ആക്കിയിട്ട് എഴുതാം കേട്ടോ. തപസ്വി എന്നൊന്നും എഴുതിക്കേ. തപസ്വി. തപസ്വി. അടുത്തത് നമ്മൾ എന്താ എഴുതാൻ പോണ്? ദുശ്ചിന്ത. അപ്പോൾ നമ്മൾ പിന്നെ ചിന്ത. ഓക്കെ, ദുശ്ചിന്ത. ക്ലിയർ? നെക്സ്റ്റ് ദുശീലം. എങ്ങനെയാ ദുശീലം? അപ്പോൾ ഒക്കെ അങ്ങനെ പറഞ്ഞു നോക്കട്ടാ. അങ്ങനെ പറഞ്ഞു നോക്കാം. ദുശീലം. ഓക്കെ, ദുശീലം. പിന്നെ അടുത്തൊരു വാക്കാണ് ദോഷൈക ദൃക്ക്. കേട്ടിട്ടുണ്ടോ? എന്ത് സാധനമാണെന്നൊക്കെ തോന്നുന്നുണ്ടാവും. അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട. ദോഷൈക ദൃക്ക്. എന്താണ് ദോഷൈക ദൃക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ദോഷൈക ദൃക്ക്. ഓക്കെ, ദോഷൈക ദൃക്ക്. ഒന്നും കൂടി എഴുതാട്ടെ നമുക്ക്. ദോഷൈക ദൃക്ക്. ദോഷൈക ദൃക്ക്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ദ്വിത്വം. ദ്വിത്വം കേട്ടിട്ടുണ്ടോ? ദ്വിത്വം എങ്ങനെയാണ് കേട്ടോ? ദ്വിത്വം. ക്ലിയർ? ദ്വിത്വം. അടുത്തത് ദ്വന്ദ്വം. 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 230 വേർഡിലേക്ക് നമ്മൾ കടക്കാണ്. ദൈവികം. ദൈവികം. എങ്ങനെയാ ദൈവികം എന്ന് എഴുതുക? ദൈവികം. ക്ലിയർ ആയോ? ദൈവികം. അപ്പം നമ്മൾ 230 വാക്കുകൾ പഠിച്ചു. ജ്യോതിഷം, ജോഡി, ജ്യേഷ്ഠൻ, ജടായു, ജനയിത്രി, ജാള്യം, തപശ്ചര്യ, ധഡിതി, തർജമ, തപശക്തി, തീക്ഷ്ണം, തുച്ഛം, തത്വമസി, തപസ്വി, ദുശ്ചിന്ത, ദുശീലം, ദോഷൈക ദൃക്ക്, ദ്വിത്വം, ദ്വന്ദ്വം, ദൈവികം. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വേർഡ്സുകൾ ഇത്രയാണ് പഠിക്കുന്നത്. ഏകദേശം 230 എണ്ണമായി നമ്മൾ പറഞ്ഞു. ഇനി നമ്മളിന്ന് വേറെ ഒന്നും കൂടി നോക്കുന്നുണ്ട്. അതായത് 6ാം ക്ലാസ്സിലത്തെ SSCRT ടെക്സ്റ്റ് ബുക്ക് നമ്മൾ പഠിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. കഴിഞ്ഞ ദിവസം 5ാം ക്ലാസ്സിലത്തെ SSCRT ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതായത് 5ാമത്തെ പാർട്ട് 5 5ാമതായിട്ട് അപ്ലോഡ് ചെയ്ത ക്ലാസ്സിൽ ലാസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു?
5ാം ക്ലാസ്സിൻ്റെ SSCRT മലയാളത്തിൽ വരുന്ന പുതിയ വാക്കുകളൊക്കെ നമ്മൾ ഒരു 10, 11, 12 വാക്കുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, 6th സ്റ്റാൻഡേർഡിലെ SSCRT മലയാളത്തിൽ നിന്ന് നമ്മൾ കുറച്ച് വാക്കുകൾ പരിചയപ്പെടാൻ പോവുകയാണ്. ഓക്കെ, തുടങ്ങിയാലോ. ദുഗ്ധം, ദുഗ്ധം ഒന്ന് എഴുതിക്കേ. ദുഗ്ധം എങ്ങനെയാണ്, ദുഗ്ധം എന്നെഴുതാം. ദുഗ്ധം ഇത് മലയാളത്തിലുള്ളൊരു വാക്കാണ് കേട്ടോ. നെക്സ്റ്റ് പാന്തർ, 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 പാന്തർ സോറി. പാന്തർ, ക്ലിയർ. നെക്സ്റ്റ് കൃതജ്ഞത, കൃതജ്ഞത, കൃതജ്ഞത എങ്ങനെയാണ്, കൃതജ്ഞത, കൃതജ്ഞത. ഓക്കെ, കൃതജ്ഞത. നെക്സ്റ്റ് ശൃംഗം, ശൃംഗം. ഓക്കെ, എങ്ങനെ വളച്ചെഴുതുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടോ, ഇല്ലല്ലോ. ശൃംഗം, ക്ലിയർ. ശൃംഗം. നെക്സ്റ്റ് സ്ഫടികം, എങ്ങനെയാണ് സ്ഫടികം എന്നെഴുതുക, സ്ഫടികം, ക്ലിയർ. സ്ഫടികം. നെക്സ്റ്റ് അനുഗ്രഹം, ഒന്ന് എഴുതി നോക്കൂ. അനുഗ്രഹം. നമ്മളിതൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ, എന്നാലും 6ാം ക്ലാസ്സിലെ SSCRT ആയതുകൊണ്ട് ഒന്നും കൂടി എടുത്തെഴുതാണ്. നെക്സ്റ്റ് കടാക്ഷം, കടാക്ഷം എഴുതിയോ, കടാക്ഷം. അടുത്തത് ദൃഢം, ദൃഢം എന്നൊന്ന് എഴുതി നോക്കൂ. ദൃഢം, ദൃഢം, ദൃഢം. നെക്സ്റ്റ് അവലംബം, എങ്ങനെയാണ് അവലംബം എന്നെഴുതുക, അവലംബം, ക്ലിയർ ആയോ, അവലംബം. അടുത്തതായിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത് ഗൃഹസ്ഥൻ, എങ്ങനെയാണ് ഗൃഹസ്ഥൻ എഴുതുക, ഇതൊക്കെ നമ്മൾ പഠിച്ചതാട്ടോ. ഗൃഹസ്ഥൻ, ഓക്കെ, ഗൃഹസ്ഥൻ, ക്ലിയർ. നെക്സ്റ്റ് ധൃതി, ധൃതി എന്നൊന്ന് എഴുതി വെച്ചേ, ധൃതി, ഓക്കെ. നെക്സ്റ്റ് കുരുടൻ, എങ്ങനെയാണ് കുരുടൻ എന്ന് എഴുതുക, കുരുടൻ, ഓക്കെ, ക്ലിയർ. കുരുടൻ. നെക്സ്റ്റ് ആകൃഷ്ടൻ, എങ്ങനെയാണ് ആകൃഷ്ടൻ എന്ന് എഴുതുക, ആകൃഷ്ടൻ, ആകൃഷ്ടൻ. ഓക്കെ, അപ്പോൾ ഇത്രയും വാക്കുകളാണ് നമ്മൾ SSCRT മലയാളം 6th സ്റ്റാൻഡേർഡിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദുഗ്ധം, പാന്തർ, കൃതജ്ഞത, ശൃംഗം, സ്ഫടികം, അനുഗ്രഹം, കടാക്ഷം, ദൃഢം, അവലംബം, ഗൃഹസ്ഥൻ, ധൃതി, കുരുടൻ, ആകൃഷ്ടൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏകദേശം 230 വാക്കുകൾ നമ്മൾ സാധാ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞു. 5ാം ക്ലാസ്സിലത്തെ SSCRT 5th സ്റ്റാൻഡേർഡും കഴിഞ്ഞു, ഇപ്പോൾ 6th സ്റ്റാൻഡേർഡും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് 7th 8th എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു ഭാഗം ഒരു 10 15 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ തീർക്കും. അത് കഴിഞ്ഞ് ഉടനടി ഒരു 2-3 ദിവസം കൊണ്ട് നമ്മൾ തീർത്താൽ വേഗം തന്നെ അടുത്ത ടോപ്പിക്ക് മലയാളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ മലയാളമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. മലയാളം തീർത്ത് കഴിഞ്ഞിട്ടാണ് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾ എല്ലാ ഭാഗവും നിങ്ങൾ പഠിക്കണം. എന്താ പറയുക, നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന്. പക്ഷേ മലയാളത്തിലാണ് ഇപ്പോൾ നമ്മളിവിടെ കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കുന്നത്. കാരണം നമുക്ക് എളുപ്പം പഠിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വേഗം വേഗം പഠിക്കുക, അതിൽ റിവിഷൻ നടത്തുക. അതോടൊപ്പം നമ്മളിവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്, കുറേ ഭാഗങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി തുടർന്ന് അതിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. എക്കണോമിക്സിൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, അതോടൊപ്പം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, താങ്ക് യു.